ഹലോ ഗൈസ്, വെൽക്കം ടു ഏരിസ് ആൻഡിക്. സോ എൻ്റെ വെഡ്ഡിങ് ജ്വല്ലറി പർച്ചേസ് സ്റ്റോറി എന്ന് കേട്ടല്ലോ. ആക്ച്വലി എൻ്റെ മാരേജ് ഫിക്സ് ആയപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ മോഡലൊക്കെ ഒന്ന് പോയി നോക്കാം. എനിക്ക് ആൻറ്റീക്ക് തന്നെ വേണമെന്നുണ്ടായിരുന്നു. കേരള മോഡലിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ എണ്ണം കുറവായിരിക്കണം, ആ ഉള്ളത് അത്രയും നല്ല ഭംഗിയായിട്ട് തോന്നിക്കണം, കുറച്ച് ദേവി വർക്കൊക്കെ ആയിട്ട് ഒരു ആൻറ്റീക്ക് സെറ്റപ്പിലുള്ള സാധനം വേണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആക്ച്വലി ആ ടൈമിൽ നമ്മുടെ രാജകുമാരി ജ്വല്ലേഴ്സിൻ്റെ ഒരു ബ്രാഞ്ചിൽ പോയിട്ട് എൻ്റെ മൈൻഡിലുണ്ടായിരുന്ന മോഡൽസൊക്കെ ഒന്ന് ഇട്ട് നോക്കുകയും എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഒന്ന് നോക്കി വയ്ക്കാം, അവരുടെ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ നിന്ന് വാങ്ങാൻ എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നോക്കിയൊക്കെ സെറ്റാക്കി വെച്ചു. എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. ഞാൻ ഭയങ്കര കണ്ട് ഇഷ്ടപ്പെട്ടാൽ പോകുന്നത്. എന്നാൽ അവിടെ നിന്ന് പ്ലാൻ ചെയ്തും വെച്ചതാണ്. പക്ഷേ എന്താ പറ്റിയെന്ന് വെച്ചാൽ എൻ്റെ കല്യാണ പ്രിപ്പറേഷൻസ് ആകെ അങ്ങോട്ട് മൊത്തത്തിലൊരു ഹറിബറിയിലായിരുന്നു. ഞാൻ ജോലി ചെയ്യുന്നിടത്തുനിന്ന് പിന്നെ നാട്ടിൽ വന്ന് ലാസ്റ്റ് മൊമെൻറ്റിൽ 1-2 ആഴ്ച നിൽക്കുമ്പോഴാണ് ഞാൻ വരുന്നത്, 1-1.5 ആഴ്ച നിൽക്കുമ്പോഴാണ് വരുന്നത്. പിന്നെ ഒരു ഓട്ടം തന്നെയായിരുന്നു. അപ്പോൾ ജ്വല്ലറി എടുക്കുന്നതൊക്കെ ലാസ്റ്റ് മൊമെൻറ്റിലാണ്. എൻ്റെ കല്യാണത്തിനൊരു 4 ദിവസം മുമ്പോ അങ്ങനെ എന്തോ ആണ് ജ്വല്ലറി എടുക്കുന്നത്, ഏറ്റവും അവസാനത്തെ മൊമെൻറ്റിലാണ്. അങ്ങനെ ഞങ്ങൾ ട്രിവാൻഡ്രത്തുള്ള രാജകുമാരിയിൽ പോകാമെന്ന് പ്ലാനും ചെയ്തതാണ്. പക്ഷേ ആ സമയത്തെ ബുദ്ധിമുട്ടുകൾ കാരണം പറ്റിയില്ല. അങ്ങനെ അതുകൊണ്ട് എനിക്ക് നഷ്ടബോധമൊന്നുമില്ല കേട്ടോ. കാരണം ഞാൻ നമ്മുടെ കൊട്ടാരക്കരയുള്ളൊരു വൈര ജുവൽസ് എന്ന് പറഞ്ഞിട്ട് അവിടെ പിന്നെ ഞങ്ങൾ ഇങ്ങനെ നോക്കിയപ്പോൾ ആൻറ്റി കളക്ഷൻസ് ഒക്കെ ഉണ്ടെന്ന് കണ്ടിട്ട് ഞങ്ങൾ പിന്നെ അവിടെ പോയി. അങ്ങനെ അവിടെ നിന്നായിരുന്നു ഞങ്ങളുടെ ജ്വല്ലറി പർച്ചേസ്. കുറേയൊക്കെ ഇട്ട് നോക്കി, മോഡൽസൊക്കെ ഇട്ട് നോക്കി, ഇഷ്ടപ്പെട്ടിരുന്നു. പിന്നെ ഞാൻ കേരള മോഡൽ ജ്വല്ലറിയും കൂടി ഞാൻ ഇട്ട് നോക്കി, എങ്ങനെ എനിക്കത് സെറ്റാവോ രസമുണ്ടാവുമോ എന്നൊക്കെ നോക്കി. ബട്ട് അവസാനം ഞാൻ ഇതിൽ തന്നെ വന്നതെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഈ ആൻറ്റിക് മോഡൽ സാധനങ്ങൾ തന്നെ. അങ്ങനെ ഞാൻ പിന്നെ അത് ഫൈനലൈസ് ചെയ്യുമായിരുന്നു. അമ്മയ്ക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്തു. ഈ ആൻറ്റിക് എന്ന് പറയുമ്പോഴേ പൊതുവെ പണിക്കൂലിയും കുറച്ച് കൂടുതലാണ്. പിന്നെ സാധാരണ നമ്മൾ 2-3 കുറേ എണ്ണം തയ്ക്കുന്ന പോലെ ഉണ്ടാവില്ലല്ലോ, ലിമിറ്റഡ് ആയിട്ടല്ലേ ഉണ്ടാവുള്ളൂ, തിക്കായിട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വീട്ടിലങ്ങനെ സമ്മതിക്കുമെന്ന് ഞാൻ ഓർത്തില്ല. എൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നു, എൻ്റെ ബ്രദറിന് മുന്നേ ഉണ്ടായിരുന്നു, ജ്വല്ലറി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോൾഡ് എടുക്കുന്ന സമയത്ത് അത് ആൻറ്റീക്കിൽ തന്നെ എടുക്കണം എന്നുണ്ടായിരുന്നു. ബട്ട് എന്തോ വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് അങ്ങനെയാണ് ഞങ്ങളുടെ ഗോൾഡ് എടുപ്പ്. അങ്ങനെ നമ്മുടെ പ്ലാനിങ് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിപ്പോയെങ്കിലും ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. കുഴപ്പമില്ല, ഞാൻ ഭയങ്കര ഹാപ്പിയായി. എൻഡ് ഓഫ് ദി ഡേ എനിക്ക് ആഗ്രഹിച്ച പോലെ കിട്ടി.